24 കോടികളാണ്ടാക്കി ചെറുത് പറഞ്ഞാൽ 30 കോടിയുണ്ട്, 4 ലക്ഷത്തിനുണ്ട്, 2 ലക്ഷത്തിനുണ്ട് ഒക്കെ ഉണ്ട്. 30 കോടി രൂപ എന്നുണ്ടെങ്കിൽ 20 കോടി രൂപ തന്നെ നാളെ കൊണ്ട് വളർന്നിരിക്കുന്ന റോഡ്. അത് 50 മാറ്റി ചെലവുകൾമാതിരി 2, 3, 4 അങ്ങനെ കുറച്ച് 20 കോടിയായി. 10 കോടി രൂപ അതിനുവേണ്ടി കേന്ദ്ര സർക്കാർ തന്നു. മങ്കട തിരുവിതാംകൂർ റോഡിന് കേന്ദ്ര സർക്കാർ 26 കോടി രൂപ തന്നു. കുടിവെള്ള പദ്ധതിക്ക് 360 കോടി രൂപ കേന്ദ്ര സർക്കാർ തന്നു. കൂടുതൽ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട്, അത്ര ഫണ്ടല്ല. അത് ഉദ്യോഗസ്ഥന്മാർക്ക് സ്വാധീനിച്ച് അവരോടൊക്കെ സംസാരിച്ചാണ് ഈ ഫണ്ടുകളൊക്കെ കൊണ്ടുവന്നത്. 25,000 വീടുകൾക്കാണ് നമ്മൾ കണക്ഷൻ കൊടുത്തത്. കുടിവെള്ളത്തിന്റെ 150 ഹൈമാസ് സൈക്കിളുകൾ കൊടുത്തു. ഓരോരോ വാർഡ് ഓരോരോ. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾക്ക് ഗുണം ഉണ്ടാവുമെന്ന് നോക്കിയിട്ടാണ് പറ്റും. അല്ലാതെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാട്ടിക്കുട്ടില്ല. 5 പൈസ നമ്മൾ നാട്ടിൽ ചെലവഴിക്കുമ്പോൾ നാളെ അവിടെ ചെല്ലുന്നതിന് മറുപടി പറയേണ്ട ഒറ്റ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഖ്യ മുഴുവൻ നമ്മൾ ചെലവഴിക്കുന്നത്. ഒരാൾക്കും ഒരു കുറ്റം പറയണം, ഒരു വേണ്ടാത്തൊന്നും ആർക്കും പറയുന്നത്. എനിക്ക് പറയാതിരിക്കുകയാണ്, നമ്മൾ വളരെയധികം ആത്മാർത്ഥതയോടെയാണ് പ്രവർത്തിക്കുന്നത്. ഇത് കണ്ടിട്ടിപ്പോ ഈ പല ആൾക്കാരും പറയുന്നുണ്ട്, ഈ ഗവൺമെന്റിൽപ്പെട്ട അവസ്ഥ കണ്ടിട്ട് നല്ല നല്ല കമ്മ്യൂണിസ്റ്റുകാർ അടക്കം നമ്മളോട് പറയുന്നതെന്താ പറയുന്നത്, ഈ പ്രാവശ്യം ഞങ്ങൾ മാറ്റൊന്നും മാറുന്നില്ല, പക്ഷേ UDF-നായിരിക്കും ഞങ്ങൾ വോട്ട്. പറയാൻ കാരണം അത്രയും മോശമായിട്ട് പറഞ്ഞു. എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുവന്നു നമ്മൾ പറയും. നമ്മളുള്ള എല്ലാ മണ്ഡലത്തിലും കോളേജും കൊടുക്കും, എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് വന്നു. അതുപോലെ തന്നെ കൊച്ചി മെട്രോ വന്നു, എറണാകുളത്തുള്ള വേറെ സീപോർട്ട് വന്നു, തിരുവനന്തപുരത്ത് വേറെ സീപോർട്ട് വന്നു, കോഴിക്കോട് എയർപോർട്ട് വന്നു. ഇവർക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. ഞങ്ങൾ കൊടുക്കുന്നതാണ് അവർക്ക് പറയാൻ പറ്റും. പിണറായി വിജയന്റെ വലിയ ഫോട്ടോ അവരുടെ കിട്ടും, അതാ അവർ കൊടുക്കുന്നത്. അതല്ലാതെ അവരുടെ സാധനങ്ങൾ കൊടുക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങളുടെ സൗകര്യങ്ങൾ നോക്കുന്നതാണ് ഗവൺമെന്റ് ആശുപത്രി. അതിന്റെ ആവശ്യം എന്താ? ഞങ്ങൾക്ക് ഇവർക്ക് പുറത്തേക്ക് ഞങ്ങൾക്ക് തോന്നില്ല. ഇത്രയും മോശമായിട്ട് ഗവൺമെന്റ് ആശുപത്രി നമ്മൾ നാട്ടിൽ വേറെ അത്രയും മോശം. ഇതൊക്കെ ഒന്ന് മാറ്റണം. ജനങ്ങൾ മുഴുവൻ നമ്മുടെ കൂടെ തന്നെയാണ് ഇപ്രാവശ്യം. ചിക്കൻ കടലുകൾ ഉദാഹരണത്തിന് പോയി നല്ല കമ്മ്യൂണിറ്റി അല്ല, അവിടെ നഷ്ടമുണ്ടായി. ഐസ പോയിട്ട് പോയി ഒരു അഴിമതിയില്ലാത്തൊരു ആയിരിക്കും. അതുപോലെ തന്നെ കുഞ്ഞികൃഷ്ണൻ മാസം കണ്ണൂരിൽ പോയി, കണ്ണൂരിലാണ് പോകുന്നത്. ആലോചിക്കാം, കണ്ണൂരിൽ നിന്ന് പോകാനും പേടി ജീവന് പറ്റുന്ന ഒരാൾ പോവില്ല. 43 വിട്ടുവിട്ട് 51 വിട്ടുവിട്ടിട്ടൊക്കെ പോകും. അവിടെ വേറെ പോയില്ലെന്ന് പറഞ്ഞു.